ഹായ് ഗായ്സ്, ഇന്ന് ചക്ക വേവിച്ചതും ചാളക്കറിയും കൂടെ രസമാണ് വെക്കുന്നത്. ശരിക്കും ചക്ക വേവിക്കുകയല്ല ചെയ്തത്, ഞാൻ ചക്ക കറി പോലാണ് ഇന്ന് വെച്ചത്. അപ്പം ഇതിൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. എനിക്ക് ചക്ക ഫ്രിഡ്ജിൽ അരിഞ്ഞത് സ്വല്പം ഉണ്ടായിരുന്നു. അത് എനിക്ക് ഹസ്ബൻഡിന് മാത്രം മതി. കുക്കറിലോട്ട് സ്വല്പം ചക്ക എടുത്ത് ഏറെ വെള്ളം ചേർത്ത്, കാരണം കറിയായിട്ടല്ലേ വെക്കേണ്ടേ, അതുകൊണ്ട്. അപ്പം എല്ലാം സെറ്റ് ചെയ്ത് കുക്കറിനകത്താക്കി ഗ്യാസ് സ്റ്റവ് വെച്ചു. പിന്നെ ഞാൻ മീനിനുള്ള അരപ്പ്, അത് ഇവിടെ കൂടുതൽ തേങ്ങയാണ് ചേർക്കുന്നത്. ട്രിവാൻഡ്രത്തോട്ടൊക്കെ തേങ്ങ ചേർത്താണ്, കുടംപുളി ചേർക്കത്തില്ല, പിഴുപുളിയാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്ത് അടുപ്പിൽ വെച്ചു. എന്നിട്ട് മത്തി ചാളയാണെങ്കിൽ ഞാനിപ്പോൾ ഓരോന്നോരോന്നായിട്ട് പറക്കിയിട്ടു. പക്ഷെ നല്ല കറിയാണേ. അതുകൊണ്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ രസം വെക്കാൻ വേണ്ടി തുടങ്ങുവാണ്. എൻ്റെ രസത്തിൻ്റെ റെസിപ്പി ഉണ്ടൊരു കമൻറ്റ് ചെയ്യണം, കാരണം സിമ്പിളായിട്ട് വെക്കാം, നല്ല ടേസ്റ്റാണ്. എനിക്ക് പൊതുവെ രസം ഇഷ്ടമാണ്. അപ്പം അതിനുള്ള അരപ്പെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് അത് വഴണ്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ മല്ലിയില ചേർക്കാൻ എപ്പോൾ എടുത്താലും ഇവൻ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. കടയിൽ നിന്ന് വരുമ്പോൾ അവൻ നല്ല ജീവൻ കാണും, വീട്ടിൽ വരുമ്പോൾ അവനിങ്ങനെ ചത്തോ ചാന്ന് പറഞ്ഞിരിക്കും. അതുകൊണ്ട് എല്ലാം സെറ്റായിട്ടുണ്ട്. അടിപൊളിയല്ലേ കാണാൻ. അപ്പം ഞാൻ ബൈ പറഞ്ഞ് എല്ലാം പോകാനിരുന്നേ. അപ്പോൾ പെട്ടെന്ന് വിചാരിച്ചു നിങ്ങളെ കഴിക്കുന്ന വീഡിയോയും കൂടെ ഒന്ന് കാണിക്കാമെന്ന്. നല്ല ടേസ്റ്റായിരുന്നു ചക്കക്കറിയും രസവും മീനും. അപ്പോൾ ഇന്നലത്തെ സ്വല്പം ചിക്കനും ഉണ്ടായിരുന്നു, അതും കൂടെ ചേർത്തിട്ട് ഞാനിങ്ങനെ കൂട്ടി കഴിച്ച് ഇളക്കി വന്നപ്പോഴത്തേക്ക് ചൂടാണേ. എന്നിട്ട് പെട്ടെന്ന് കൊതി മൂത്തിട്ടേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാനാണെങ്കിൽ അത് കയ്യിൽ നിന്ന് അങ്ങ് താഴെ വീണു. പിന്നെ ഞാനത് കഴിച്ച് നോക്കിയപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും കാണാം. ബായ്.